നമസ്തേ, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ യൂലിപ്പ് പോളിസിയും അതിൻ്റെ ടാക്സേഷനെ പറ്റിയിട്ടാണ്. സോ എന്താണ് ഈ യൂലിപ്പ് പോളിസി എന്ന് ഉദ്ദേശിക്കുന്നത്? യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസി എന്നാണ് അതിനെ പറയുന്നത്. യൂണിറ്റ് ലിങ്ക് ഇൻഷുറൻസ് പോളിസി എന്ന് വെച്ചാൽ നമ്മളൊരു യൂണിറ്റ് ആയിട്ടാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. അതിനകത്ത് രണ്ട് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റും ഒന്ന് ഇൻഷുറൻസും. ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നു, അതിൻ്റെ പുറത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ബെനിഫിറ്റും നമുക്ക് കിട്ടും, ഇൻഷുറൻസ് ബെനിഫിറ്റും നമുക്ക് കിട്ടും. അങ്ങനെ ഒരുപാട് ഇൻഷുറൻസിൻ്റെയൊക്കെ പോളിസീസ് നമുക്കിപ്പം നാട്ടിൽ പ്രാബല്യത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് പ്രകാരം നമ്മളിപ്പോൾ 2024 ഫിനാൻസ് ആക്ട് പ്രകാരം ക്യാപിറ്റൽ ഗെയിനിൽ, അതായത് ടാക്സേഷനിൽ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു പോളിസി എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ പ്രൊസീഡ്സ് മുമ്പ് 10(10)(d) എന്ന സെക്ഷനിൽ കംപ്ലീറ്റ് അതിൻ്റെ പ്രൊസീഡ്സ് ഒക്കെ നമുക്ക് എക്സംപ്റ്റഡ് ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല വരുന്നത്. അപ്പം നമുക്കൊരു ആനുവൽ ക്യാപ്പ് ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആനുവൽ ക്യാപ്പ് എന്ന് വെച്ചാൽ ആനുവൽ പ്രീമിയം നമ്മൾ ഇടാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ഇടുന്ന ഒരു ആനുവൽ പ്രീമിയം ഉണ്ടാവും. ആ ആനുവൽ പ്രീമിയത്തിൻ്റെ മുകളിൽ നമ്മൾ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ടാക്സബിൾ ആയിട്ട് വരും. അതിൻ്റെ പ്രൊസീഡ്സ് അതായത് കിട്ടും. ആനുവൽ പ്രീമിയം വെച്ചിട്ടുണ്ടാവും. ആനുവൽ പ്രീമിയത്തിൻ്റെ മുകളിൽ നമ്മൾ കടക്കുകയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ നമുക്ക് ഏത് ഇയറിലാണ് വരുന്നത്. അപ്പോൾ ഇത് 2021 മുതലാണ് നമുക്കൊരു മാറ്റം വരുന്നത്. 2021 വരെ നമ്മൾ എടുത്ത പോളിസീസ് ഒന്നും 2021 ശേഷം എടുത്ത പോളിസീസും ഒന്നുമാണ് വരുന്നത്. അപ്പോൾ അതായത് പുതിയൊരു പോളിസി എന്നതിനെ കൂട്ടിക്കോ, അതായത് 2021 ശേഷം എടുത്തൊരു പോളിസി. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ ആനുവൽ പ്രീമിയം 2.5 ലക്ഷത്തിന് മുകളിൽ പോവുകയാണെങ്കിൽ 2.5 ലക്ഷത്തിന് മുകളിൽ പോകുന്ന സംഭവത്തിൽ നമുക്ക് അതിൻ്റെ മെച്യൂരിറ്റി പ്രൊസീഡ്സ് എന്താണോ കിട്ടുന്നത് അത് ടാക്സബിൾ ആയിട്ട് മാറുന്നുണ്ടാവും. അതായത് പ്രോഫിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് ടാക്സബിൾ ആയി. കാരണം ഇപ്പം അതിനകത്തൊരു ഒരു പ്രോഫിറ്റ് എന്തായാലും ഉണ്ടാവുമല്ലോ, ആ പ്രോഫിറ്റ് നമുക്ക് ടാക്സബിൾ ആയിട്ട് വരുന്നുണ്ടാവും. ഇതിപ്പോൾ ഇൻഷുറൻസ് മാത്രമാണെങ്കിൽ, ഇൻഷുറൻസ് പോളിസി മാത്രമാണെങ്കിൽ 5 ലക്ഷമാണ് വരുന്നത്. സോ 2.5 ലക്ഷത്തിന് മുകളിൽ 2 ലക്ഷമോ 2 ലക്ഷം വരെ അതാണ് ലിമിറ്റ്. 2.5 ലക്ഷത്തിന് മുകളിൽ നമ്മൾ ഒരു പ്രീമിയം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ മെച്യൂരിറ്റി കിട്ടുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനി TDS കട്ട് ചെയ്തിട്ടേ നമ്മൾ തരുള്ളൂ. അത് നമുക്ക് ടാക്സബിൾ പോർഷനിലേക്ക് നമുക്ക് വരികയും ചെയ്യും. ഇത് എല്ലാവരും ഒന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. 2.5 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പേഴ്സണാണ് പറയുന്നത്, അതായത് സിംഗിൾ പോളിസി. അതായത് ഇപ്പം ഞാനൊരു പോളിസി എടുത്തു, എൻ്റെ വേറൊരാളുടെ പേരിൽ ഞാൻ വേറെ പോളിസി എടുത്തു, അതൊരു വിഷയമല്ല. എൻ്റെ പോളിസിയിൽ 2.5 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഒരു പോളിസി. ഇനിയിപ്പോൾ അന്നേരം വേറൊരു സംശയം തോന്നാം, ഈ നമ്മൾ 2.5 ലക്ഷം എന്ന് പറയുമ്പം ഇത് എനിക്കിപ്പോൾ 2 പോളിസി ഉണ്ട്, അപ്പോൾ 2 പോളിസിയിൽ ഇത് ഉൾപ്പെടുവോ വേണ്ടോ എന്നുള്ളത് അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ 2.5 ലക്ഷം എന്ന് പറയുമ്പം അത് അഗ്രിഗേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് എനിക്കിപ്പം 2 പോളിസി, ഇപ്പോൾ ഒന്ന് 1.50 ഒരു പോളിസി, മറ്റേത് ഒരു 1 ലക്ഷത്തിൻ്റെ പോളിസി. അപ്പോൾ രണ്ടും കൂടി കൂടുമ്പം 2.50 വരെയുള്ള ലിമിറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം എനിക്കത് ടാക്സബിൾ പോർഷനിൽ വരുന്നില്ല. അതേസമയം എനിക്കൊരു പോളിസി 1.50 മറ്റേ പോളിസി എൻ്റെത് 1.50, അതായത് രണ്ടും 1.5 ലക്ഷം രൂപ പോളിസി ആണെങ്കിൽ 3 ലക്ഷം രൂപയാണ് എൻ്റെ പോളിസി ലിമിറ്റ് വരുന്നത്. സോ അങ്ങനെ വരുമ്പം എനിക്ക് ആ അഗ്രിഗേറ്റ് ലിമിറ്റ് 2.5 ലക്ഷത്തിന് മുകളിൽ പോവുകയും, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മെച്യൂരിറ്റി പ്രൊസീഡ്സ്, ഈ 1.5 ലക്ഷത്തിൻ്റെയും മറ്റേ 1.5 ലക്ഷത്തിൻ്റെയും മെച്യൂരിറ്റി പ്രൊസീഡ്സ് ടാക്സബിൾ പോർഷനിലേക്ക് അത് വരുന്നുണ്ടാവും. അത് അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ക്യാപിറ്റൽ ഗെയിനിൽ ടാക്സബിൾ ആയിട്ട് വരും. അല്ലാത്ത പക്ഷം അതില്ലെങ്കിൽ ഇൻകം ഫ്രോം അതർ സോഴ്സ് ഹെഡിൽ അത് ടാക്സബിൾ ആയിട്ട് വരും. എന്തായാലും ഇൻഷുറൻസ് കമ്പനി നമുക്ക് TDS കട്ട് ചെയ്തിട്ടേ അത് നമുക്ക് തരുന്നുണ്ടാവുള്ളൂ. അതിൻ്റെ മുകളിൽ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സബിൾ 12.5, ഇപ്പോഴത്തെ റേറ്റിലോട്ടാണെങ്കിൽ 12.5 20% എന്ന് വരും. അല്ലെങ്കിൽ ഇൻകം ഫ്രോം അതർ സോഴ്സ് ആണെങ്കിൽ സാധാരണ സ്ലാബിലേക്ക്, നമ്മുടെ ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ സ്ലാബിൽ വരുന്നത് ആ സ്ലാബിലേക്ക് വരും. അത് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു മെച്യൂരിറ്റി പ്രൊസീഡ്സ് കിട്ടുന്നതിന് ദിശ അനുസരിച്ചാണ് നമ്മൾ ആ ഇൻകം ഫ്രോം അതർ സോഴ്സ് ആണോ ഇൻകം ഫ്രോം അതർ ക്യാപിറ്റൽ ഗെയിൻ ആണോ എന്ന് നിശ്ചയിക്കുന്നത്. ഇപ്പം നമ്മളൊരു പോളിസി നമ്മൾ എടുത്തു, അപ്പോൾ അതിൻ്റെ പോളിസീൻ്റെ മുകളിൽ ഒരു 1/2/2021 മുമ്പുള്ളൊരു പോളിസി എന്ന് വെച്ചു. അത് കഴിഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ മെച്യൂരിറ്റി കിട്ടുന്നത് ഈ അടുത്ത കാലത്താണ്, അതായത് 2024-26 നമുക്കത് കിട്ടുന്നത് എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പം ഇത് ഏത് രീതിയിലാണ് വരുന്നത് എന്ന രീതിയിലൊക്കെ ഇപ്പം നമുക്ക് ഇൻഷുറൻസിൽ പറയുന്നത്, ഇൻഷുറൻസ് ആക്ട് പ്രകാരവും ഇൻകം ടാക്സ് ആക്ട് പ്രകാരവും പറയുന്നത് വെച്ചാൽ എന്നാണോ പോളിസി കമൻസ്മെൻ്റ് ആവുന്ന ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് പോളിസി, അതാണ് നമ്മുടെ പോളിസി ഇഷ്യൂയിങ് ഡേറ്റ്. അത് ഈ 2021 മുമ്പുള്ളൊരു പോളിസി, 2021 ഫെബ്രുവരിക്ക് മുമ്പോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലുള്ള ഒരു പോളിസിയാണ്. പക്ഷേ മെച്യൂരിറ്റി പിന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പഴയ ആക്ടിലാണ് വരുന്നത്. അപ്പോൾ 10(10)(d) പ്രകാരം എക്സംഷൻ കിട്ടും. പക്ഷേ അതില്ലാതും ഒരു കൊടുക്കുന്നുണ്ട്. 10(10)(d)യിൽ അന്നേരം 2021 സമയത്ത് പറഞ്ഞ വിച്ച് എക്സീഡ്സ് 10% ഓഫ് ദ ക്യാപിറ്റൽ സം അഷ്യൂർഡ്, അതായത് നമ്മുടെ ക്യാപിറ്റൽ സം അഷ്യൂർഡ് എന്നൊരു സംഭവം ഉണ്ടാവും ഇൻഷുറൻസ് പോളിസി, യൂലിപ്പ് പോളിസിയിൽ. അതിൻ്റെ 10% നമ്മൾ പ്രീമിയം അടയ്ക്കുന്നത് നമ്മൾ കൂടുതലാണെങ്കിൽ നമുക്ക് അന്നേരവും ടാക്സബിൾ ആവും. അല്ലാത്ത പക്ഷമാണെങ്കിൽ 2020 മുമ്പ് എടുത്ത ഒരു പോളിസി നമുക്ക് ഇപ്പോഴാണ് മെച്യൂരിറ്റി പ്രൊസീഡ്സ് കിട്ടുന്നെങ്കിൽ നമുക്ക് ടാക്സബിൾ ആവില്ല. അതിനകത്ത് TDS കട്ട് ചെയ്യാനുള്ള അധികാരം ഇൻഷുറൻസ് കമ്പനിക്കില്ല. ഇനി അഥവാ കട്ട് ചെയ്താൽ തന്നെ നമുക്കത് റിട്ടേൺസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത്
റീക്ലെയിം ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ 2021 ശേഷമാണ് ആ പോളിസി എടുക്കുന്നതെങ്കിൽ ഈ 10% ഓഫ് ക്യാപിറ്റൽ സം അഷ്വേർഡിൻ്റെ ക്യാപ്പും വരും, 2.5 ലക്ഷത്തിൻ്റെ ക്യാപ്പും വരും. അപ്പോൾ അത് ഏതാണെന്ന് വെച്ച് നോക്കിയെടുത്തിട്ടായിരിക്കും അതിൻ്റെ ടാക്സ്. സോ ഈ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പുതിയ ടൈപ്പ് പോളിസി എടുക്കുമ്പം 2.5 ലക്ഷത്തിന് മുകളിലാണ് അതിൻ്റെ പ്രീമിയം വരുന്നതെങ്കിൽ നമുക്ക് അത് ടാക്സബിൾ ലിമിറ്റിലേക്കാണ് വരുന്നത്. ഇനിയിപ്പം നമുക്കൊരു ഇതിനകത്ത് പലതരം ഇതുണ്ട്. ഇപ്പോൾ ഒരു കീമൻ ഇൻഷുറൻസ് പോളിസി ഉണ്ട്. അതായത് നമുക്കിപ്പോൾ സ്റ്റാഫിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാം, അല്ലെങ്കിൽ ഒരു പാർട്ട്നേഴ്സിന് വേണ്ടി നമുക്ക് ഇൻഷുറൻസ് പോളിസി എടുക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം അതിൻ്റെ കീമൻ ഇൻഷുറൻസ് പോളിസി ഒരു ഫേം എടുക്കുന്ന ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഫേമോ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്കത് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന കൊല്ലം നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. കിട്ടുന്ന സമയത്ത് നമുക്കത് പാർട്ട്നേഴ്സിൻ്റെ മുകളിൽ ഈ 2.5 ലക്ഷത്തിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് ടാക്സബിൾ ആവും. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് കീമൻ ഇൻഷുറൻസ് പോളിസി നമുക്ക് കമ്പനിയുടെ പേരിൽ എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഈ എടുക്കുന്ന കൊല്ലങ്ങളിൽ നമുക്കത് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ലാഭത്തിന് കുറയ്ക്കാൻ പറ്റും. കൂടാതെ പക്ഷേ അത് കിട്ടുന്ന കൊല്ലങ്ങളിൽ മെച്യൂരിറ്റി പ്രൊസീഡ്സ് കിട്ടുന്ന സമയത്ത് അത് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ പേരിലാണോ എടുക്കുന്നത് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ പേരിലാണോ എടുക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുമ്പോൾ അത് നമുക്ക് കമ്പനിക്കോ അല്ലെങ്കിൽ അവർക്കോ അത് എടുക്കുന്ന മാതിരി അത് ടാക്സബിൾ ആയിട്ട് വരും. ഈ 2.5 ലക്ഷത്തിന് മുകളിലാണ് പോളിസി പോകുന്നത്. അല്ലെങ്കിൽ 1010D പ്രകാരമുള്ള എക്സംഷൻസിൽ വരും. ഞാൻ നേരത്തെ പറഞ്ഞ അഗ്രിഗേറ്റ് ഒക്കെ അതിനകത്ത് ക്യാപ്പപ്പിൽ വരും. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ടോപ്പ് പോളിസി, അതായത് ഇപ്പം ഈ ഇൻഷുറൻസ് പോളിസിയിൽ നമ്മൾ ടോപ്പ് ചെയ്യുന്ന സംഭവം നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞു, അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ടോപ്പ് ചെയ്യുന്നു. പുതിയ ഫ്രഷ് പോളിസി അല്ല, ടോപ്പ് പോളിസി എടുക്കുന്നതാണെങ്കിൽ അങ്ങനെ വരുമ്പം ഈ 2.5 ലക്ഷത്തിന് ടോപ്പ് പോളിസി എടുത്തിട്ട് ഇത് 2.5 ലക്ഷത്തിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇൻഷുറൻസിൻ്റെ ക്യാപ്പ് വരുമോ ഇല്ലെന്നാണ് അടുത്തൊരു ചോദ്യം വരുന്നത്. സോ അങ്ങനെ വരികയാണെങ്കിൽ അത് ടോപ്പ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ 2.5 ലക്ഷത്തിന് മുകളിലോട്ട് ടോപ്പ് ആയിട്ട് എടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഈ ക്യാപ്പ് വരുന്നില്ല, 2.5 ലക്ഷത്തിൻ്റെ ക്യാപ്പ് വരുന്നില്ല, അത് ഇതിൻ്റെ ലിമിറ്റിൽ വരില്ല. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ടാക്സിബിൾ വരില്ല. സോ അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയ തോതിൽ ആദ്യം എടുത്തു, പിന്നെ അത് ടോപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ അത് 2.5 ലക്ഷത്തിന് മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് TDSൻ്റെ ലിമിറ്റും വരുന്നില്ല, ഇൻഷുറൻസ് കമ്പനീൻ്റെ ടാക്സ് പിടിക്കാനുള്ള അവരെ ടാക്സ് പിടിക്കത്തുമില്ല. അതുകൂടാതെ നമ്മളെ അതുപോലെ ടാക്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എക്സംപ്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ടോപ്പ് പോളിസി ആയിരിക്കും നമ്മൾ എടുത്തതിൻ്റെ ടോപ്പ് പോളിസിയാണ് നമുക്ക് കുറച്ചും കൂടി ഗുണകരമായിട്ട് വരിക, അതായത് നമുക്ക് ടാക്സ് ഇല്ലാണ്ട് വരിക. അല്ലാത്ത പക്ഷം നമുക്ക് പോളിസീൻ്റെ പ്രീമിയം കൂടുന്തോറും നമുക്കതിൻ്റെ ടാക്സബിൾ ലിമിറ്റും കൂടി വരും. ഇനി നമ്മൾ ഈ 2.5 ലക്ഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് GST അല്ലെങ്കിൽ റൈഡർ പ്രീമിയം ചാർജസ് അങ്ങനത്തെ ചാർജസ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ട് വരുമോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം വരുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷനിൽ വരുമ്പം നമ്മുടെ പോളിസി പ്രീമിയത്തിനെയാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് വേറൊരു ടാക്സേഷനോ അല്ലെങ്കിൽ വേറെ റൈഡർ ചാർജസോ അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അപ്പം നമ്മളിപ്പം 2.5 ലക്ഷത്തിൻ്റെ പോളിസിയിൽ 2.5 ലക്ഷം 1.50 അല്ലെങ്കിൽ 1.80 വരുന്നുണ്ട്. അതിൻ്റെ 18% GST വരുന്നുണ്ടാവുക. അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2.5 ലക്ഷത്തിന് മുകളിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ 2.5 ലക്ഷത്തിന് മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾക്കത് ഈ 1010Dൻ്റെ എക്സംഷൻ നമുക്ക് കിട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പോളിസി പ്രീമിയം GST ഇൻക്ലൂഡ് ചെയ്യാണ്ട് നമുക്ക് 2.5 ലക്ഷത്തിന് താഴെ വരുന്നത്. സോ GST ഇൻക്ലൂഡ് ചെയ്യാണ്ട് പ്രീമിയം നമുക്ക് 2.5 ലക്ഷത്തിന് താഴെയോ അല്ലെങ്കിൽ റൈഡർ പ്രീമിയം ചാർജസ് അങ്ങനെ എന്തൊക്കെയോ ചാർജസ് ഇൻഷുറൻസ് കമ്പനീസിനുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ 2.5 ലക്ഷത്തിന് താഴെയാണ് വരുന്നതെങ്കിൽ നമുക്ക് 1010D പ്രകാരമുള്ള എക്സംഷൻ കിട്ടും. നമുക്ക് അതിൻ്റെ മെച്യൂരിറ്റി പ്രൊസീജർ ടാക്സിബിൾ ആവില്ല. സോ ചുരുക്കി പറയുകയാണെങ്കിൽ 2.5 ലക്ഷത്തിന് മുകളിൽ പ്രീമിയം പോവുകയാണെങ്കിൽ നമുക്ക് ടാക്സിബിൾ ആവും. അതിൻ്റെ പ്രീമിയം മെച്യൂരിറ്റി പ്രൊസീജർ ടാക്സിബിൾ ആവും. 2021 ശേഷം നമുക്ക് ടാക്സിബിൾ ആവും. അത് 2021 മുമ്പാണെങ്കിൽ 10% ഓഫ് ദ ക്യാപിറ്റൽ സം അഷ്വേർഡ് ആണ് ടാക്സിബിൾ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മെച്യൂരിറ്റി പ്രൊസീജർ 1010D എന്ന ഇതിൽ നമുക്ക് എക്സംപ്റ്റഡ് ആയിട്ട് കിട്ടും. ഇതിൻ്റെ അകത്ത് പക്ഷേ GST ഇൻക്ലൂഡ് അല്ല. GST ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഒരു ഫിഗറാണ് വരുന്നത്. 2.5 ലക്ഷത്തിന് മുകളിൽ പോകുന്നതെങ്കിൽ നമുക്കത് 1010D പ്രകാരമുള്ള എക്സംഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ടോപ്പ് അപ്പ് പോളിസിയൊക്കെ വരുന്നതാണെങ്കിൽ പോളിസിന് മുകളിൽ പോളിസി എടുക്കുന്നതാണെങ്കിൽ ഈ 1010D പ്രകാരം എക്സംഷൻ കിട്ടും. 2.5 ലക്ഷത്തിന് മുകളിൽ പോയാലും നമുക്കത് എക്സംഷനായിട്ട് കിട്ടുന്നതായിരിക്കും. വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, കൂടുതൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കാണിച്ച നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓഫീസ് ടൈമിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വൺസ് അഗൈൻ താങ്ക് യു.